അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പല തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് അത്തരം ചില കാര്യങ്ങൾ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിലെ സ്ത്രീ എന്നും ചർച്ചാ വിഷയമാണല്ലോ. ആധുനിക യുഗത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തുമെല്ലാം പുരുഷനെ പോലെ സ്വയം പര്യാപ്തനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീക്കും പുരുഷനൊപ്പം തുല്യ അവകാശം വേണ്ടതല്ലേ? തുല്യ അവകാശമല്ല, മറിച്ച് മുന്തിയ പരിഗണനയാണ് സ്ത്രീക്ക് ആവശ്യം. അതാണ് ഇസ്ലാം നൽകുന്നതും. പുരുഷന്റെ കൂടെ സാമൂഹിക രംഗത്ത് ഇടപഴകാൻ സ്ത്രീക്ക് പരിമിതികളുണ്ട് എന്നതുപോലെ ഒരു കുടുംബത്തിൽ സ്ത്രീ ചെയ്യേണ്ട സേവനം പുരുഷനെ കൊണ്ട് ചെയ്യാനും സാധിക്കുകയില്ല. രണ്ട് വിഭാഗവും അവരുടേതായ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് കരണീയം. സൂര്യൻ ചന്ദ്രനെ പോലെ ആവാനും ചന്ദ്രൻ സൂര്യനെ പോലെ ആകാനും സാധിക്കുകയില്ല. ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായ തുല്യതയാണ്. അനന്തരാവകാശത്തിൽ പുരുഷന്റെ പകുതിയാണല്ലോ സ്ത്രീക്ക് ലഭിക്കുന്നത്. ഇത് അനീതിയല്ലേ? ഇത് അനീതിയല്ല, നീതിയാണ്. സ്ത്രീക്ക് പുരുഷനെ പോലെ അനന്തര സ്വത്തിൽ വിവിധ ഓഹരികൾ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പകുതി ലഭിക്കുന്ന സാഹചര്യവും ഉണ്ട്. വലിയവർക്കും ചെറിയവർക്കും ഒരേ വലുപ്പമുള്ള വസ്ത്രം ധരിപ്പിക്കൽ അല്ലല്ലോ നീതി, മറിച്ച് ആവശ്യമുള്ളതിനനുസരിച്ച് നൽകണമാണല്ലോ നീതി. ചെറിയ കുട്ടികൾ മുതിർന്നവരുടെ ചെരുപ്പ് ധരിക്കാനാണ് താല്പര്യപ്പെടുക. പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കുന്നത് അപകടം വിളിച്ചു വരുത്തും. അതെ, സാമ്പത്തിക ബാധ്യതകൾ എല്ലാം ഇസ്ലാം നൽകിയിട്ടുള്ളത് പുരുഷനാണ്. സ്ത്രീക്ക് ഒരു ബാധ്യതയും ഇല്ല. എന്നിട്ടും അവൾക്ക് ഇസ്ലാം സ്വത്തവകാശം നൽകി. മാത്രമല്ല, വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീക്കാണ് മഹർ കൊടുക്കേണ്ടത്, തിരിച്ചല്ല. പുരുഷൻ ജോലിക്ക് പോകുന്നതും പോലും സ്ത്രീക്ക് വേണ്ടിയാണ്. സ്ത്രീകളും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ശരിയാണ്, പക്ഷേ അവൾ ജോലിക്ക് പോകൽ നിർബന്ധമില്ലല്ലോ. മാത്രവുമല്ല, പുരുഷൻ ജോലിക്ക് പോകുന്നത് ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ സ്ത്രീകളോട് ചോദിച്ചു നോക്കൂ, എന്തിനാണ് അവർ ജോലിക്ക് പോകുന്നത് എന്ന്. അവർ പറയും സ്വന്തം കാലിൽ നിൽക്കാനല്ല എന്ന്, അല്ലാതെ ഭർത്താവിന്റെയും മക്കളെയും നോക്കാനല്ല. അതിന് അവൾക്ക് ബാധ്യതയുമില്ല. എന്നിട്ടും ഇസ്ലാം അവർക്ക് സമ്പത്തിന്റെ പകുതി നൽകുന്നുണ്ടല്ലോ. സ്ത്രീകളുടെ ഹിജാബ് പലവിധ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ടല്ലോ. ഈ മൂടി പുതച്ച് നടക്കുന്ന സംസ്കാരം എന്തിന് സ്ത്രീകളെ അടിച്ചേൽപ്പിക്കണം? വിമർശനങ്ങൾ മിക്കതും സ്ത്രീകളിൽ നിന്നല്ല, പുരുഷന്മാരിൽ നിന്നാണ് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുമുണ്ട്. മാത്രമല്ല, വിമർശനം വർദ്ധിക്കും തോറും ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളും നമ്മുടെ നാടുകളിൽ എന്നല്ല എല്ലായിടത്തും വർദ്ധിക്കുകയാണല്ലോ. പെണ്ണിൻമേനി പുറത്തു കാട്ടി നടക്കാനുള്ളതല്ല, അത് അപകടം വിളിച്ചു വരുത്തും. ഇത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഈയിടെ ഒരു സിനിമാ നടി പർദ്ദ ധരിച്ച് പത്രസമ്മേളനം നടത്തിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ പുരുഷനെ എല്ലാ രംഗത്തും ഇടപഴകേണ്ടി വരും. അതിനാലാണ് അവർക്ക് ഹിജാബ് നിർബന്ധമില്ലാത്തത്. മുട്ടുപുക്കളിനിടയിലുള്ള ഭാഗം മാത്രമാണ് അവർക്ക് മറക്കൽ നിർബന്ധമുള്ളത്. ശരിയാണ്. പയറും മുരിങ്ങക്കായും പൊതിയനെ പോലെയല്ലല്ലോ സ്വർണം പൊതിയേണ്ടത്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. കൊന്നവനെ കൊല്ലണം എന്നാണല്ലോ ഇസ്ലാമിലെ വിധി. എന്നാൽ ഈയിടെ യമനിൽ നടന്ന കൊലപാതകത്തിലെ പ്രതിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നത് പരക്കെ പ്രശംസിക്കപ്പെട്ടെങ്കിലും ഒരു കൊലപാതകയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വിമർശനവും ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പ്രസക്തമായ ഒരു വിഷയമാണിത്. കൊലപാതകം നടത്തിയാലുള്ള ശിക്ഷ എന്നത് എന്ത്? അതിനു മറുപടിയാണ് ഖിസാസ് അഥവാ കൊന്നവനെ കൊല്ലുക എന്നത്. ഇത് കോടതികൾ തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ കോടതി വധശിക്ഷ വിധിച്ചയാൾക്ക് മാപ്പ് നൽകുക എന്നത് കുടുംബത്തിന്റെ അവകാശമാണ്. ഇത് രണ്ടും ഇസ്ലാമികമാണ്. വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവർക്ക് മാപ്പ് കൊടുത്തതായി
മഹാന്മാരുടെ ചരിത്രത്തിലും ധാരാളം കണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുകയാണ് കാന്തപുരം ഉസ്താദ് ചെയ്തത്. അല്ലാതെ കളവ് പറഞ്ഞോ മറ്റോ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഉസ്താദ് നടത്തിയിട്ടില്ല. എല്ലാ തെറ്റിനും ശിക്ഷിക്കപ്പെടണം എന്നിലല്ലേ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും എന്നല്ലേ പറയാറ്. നാം ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു അപ്പോൾ ശിക്ഷ നൽകുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? വീട്ടിലെ പ്രസവം ഈ അടുത്ത് വിധേയമായ മറ്റൊരു വിഷയമാണല്ലോ. വീട്ടിലാണോ പ്രസവം നടക്കേണ്ടത്, ഹോസ്പിറ്റലിലല്ലേ? ഇതിനു മറുപടി ഞാൻ സുന്നത്ത് മാസികയിൽ നിന്ന് വായിക്കാം. പ്രസവം വീട്ടിൽ തന്നെയാവണം, ആശുപത്രിയിൽ ആയിക്കൂടാ എന്നോ ആശുപത്രിയിലാവണം എന്നോ വീട്ടിൽ ആവരുത് എന്നോ യാതൊരു നിർദ്ദേശവും വിരോധനയും ഇസ്ലാമിലില്ല. പ്രസവം വീട്ടിലോ ആശുപത്രിയിലോ എന്നതിലല്ല കാര്യം. പ്രസവം സമാധാനാന്തരീക്ഷത്തിലും സുരക്ഷിത അവസ്ഥയിലും ആയിരിക്കണം എന്നതാണ് മർമ്മം. പ്രസവിക്കുന്നവർക്ക് സമാധാനവും ആശ്വാസവും നൽകാൻ കഴിയുന്ന പ്രസവ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി അറിവും പരിചയവും മനക്കരുത്തുമുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യ പ്രസവ സമയത്ത് ഏറെ പ്രാധാന്യമാണ്. അതുണ്ടെങ്കിൽ പ്രസവം ആശുപത്രിയിലോ വീട്ടിലോ ആക്കാവുന്നതാണ്. സൗകര്യത്തിനനുസരിച്ച് ഏതും തിരഞ്ഞെടുക്കാം. ഇസ്ലാമിൽ രണ്ടും അനുവദനീയമാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇനിയും ഈ വേദിയിൽ പല പ്രോഗ്രാമുകളും നടക്കാനുള്ളതിനാൽ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.